അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ടെക് ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. സീരീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസും വന്നിട്ടുണ്ട്. കാരണം അടുത്ത വർഷത്തേക്കുള്ള ചാകര ഇപ്പൊ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അതായത് പല പല ഫോണുകളിലെയും ടീസിങ്ങും ലോഞ്ചിങ്ങും ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. എനിവേ ആദ്യമായിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ സാംസങ് മൊബൈൽസിന്റെ ഭാഗത്തു നിന്നാണ്. അതെ, സാംസങ് മൊബൈൽസിന്റെ A55 എന്ന് പറഞ്ഞൊരു ഫോൺ, അതായത് സാംസങ് A55 എന്ന് പറഞ്ഞ ഫോൺ ടർക്കിയിൽ രജിസ്ട്രേഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് A55 എന്ന് പറഞ്ഞ ഫോൺ ടെസ്റ്റിങ്ങിലുണ്ടെന്നായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബിളി ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിൽ ലോഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. A55 കാത്തിരിക്കുന്നവർക്ക് നോക്കാം. കൂടാതെ തന്നെ നമ്മുടെ ഗാലക്സി S24 അൾട്ര, അതായത് ആൻഡ്രോയിഡിന്റെ കില്ലാടികൾ കിങ് ഫ്ലാഗ്ഷിപ്പ് റേഞ്ച് ഫോൺസ് S24 സീരീസ് ജനുവരി 17-ാം തീയതി ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞൊരു റൂമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം S24 അൾട്ര കുറേ വ്യത്യാസങ്ങളൊക്കെയാണ് വരുന്നത്. ഡിസൈൻ വലിയ വ്യത്യാസമില്ല, പക്ഷേ രണ്ടിലെ കർവ് കുറച്ചു. കൂടാതെ തന്നെ എയുടെ കുറേ സെറ്റപ്പ് ഉണ്ടെന്നാണ്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിൻ തന്നെയാണ് അതിനകത്തുള്ളതെന്നാണ് ഒരു റിപ്പോർട്ട്സ് പറയുന്നത്. അതായത് ഫുൾ AI-യിലേക്കുള്ള ഒരു മാറ്റം, കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇനിവേ നമുക്ക് നോക്കാം S24 അൾട്ര എങ്ങനെ ഇരിക്കുമെന്ന്. കൂടാതെ തന്നെ സാംസങ് കണ്ണിന്റെ വേറെ ന്യൂസ് എന്ന് പറഞ്ഞാൽ സാംസങ് 2027 കൂടെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ അവരുടെ ഇലക്ട്രോണിക് ഡിവൈസുകൾ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. ആദ്യത്തെ കേസിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് കാർസ് അങ്ങനത്തെ സെറ്റപ്പിലേക്ക് ആയിരിക്കും ട്രൈ ചെയ്യുന്നത്. പിന്നീട് സ്മാർട്ട് ഫോൺസിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിരിക്കും, സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്ന് പറയുമ്പോൾ ഹൈ എനർജി ഡെൻസിറ്റി ഉണ്ട് ലിഥിയം അയോണിൽ കൂടുതൽ. കൂടാതെ എക്സ്പ്ലോഷനും ഫയർ റിസ്ക്കും കുറവാണ്. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോങ് ടേം ബാറ്ററി, അതായത് ചാർജ് കുറേ നേരം നിൽക്കും, ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഈ പോളിമർ മീൻസ് ലിഥിയം അയോണിനെ സംബന്ധിച്ചിടത്തോളം അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഈ പറഞ്ഞ കൂടുതൽ ചാർജ് നിൽക്കും. കൂടാതെ കുറച്ച് കൂടുതൽ നാളുകൾ നിൽക്കും. അപ്പോൾ ഈ ഒരു ടെക്നോളജി വരികയാണെങ്കിൽ വളരെ സന്തോഷം, നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇനി സാദാ സ്റ്റേറ്റ് ബാറ്ററിനെ പറ്റിയാണ്. അതെ, സാദാ സ്റ്റേറ്റ് ബാറ്ററി. അപ്പോൾ എന്താണെന്നല്ലേ സാദാ സ്റ്റേറ്റ് ബാറ്ററി? അതായത് ഡ്യൂറാസെല്ലിലെ AA and AAA ബാറ്ററീസ് ആണിത്. അതായത് ഡ്യൂറാസെല്ലും ഈ പറഞ്ഞ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിങ്ങും, അതായത് 2x ലോങ് ലാസ്റ്റിങ്ങും കൂടുതൽ എനർജി ഡെൻസിറ്റി ഉള്ള ബാറ്ററീസ് ആണ്. ഓഫ് കോഴ്സ് ഇത് യൂസ് ചെയ്യേണ്ട ഈ പറഞ്ഞ സിനാറിയോസ് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നമ്മൾ ബാറ്ററി തീരുമ്പോൾ TV റിമോട്ടുകളിലൊക്കെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം. സാധാരണ നമ്മളിതിങ്ങനെ മലയാളി ആയതുകൊണ്ട് ഇതിങ്ങനെ കയറ്റിയിട്ട് തിരിക്കുകയാണ് ചെയ്യാറ്. അതായത് ഉള്ള ബാറ്ററി ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സാധനം നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളുകൾ നിൽക്കും. അതായത് സാധാ സിങ്ക് ബാറ്ററികളാണ് നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡ്യൂറാസെല്ലിന് എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ബാറ്ററീസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ആണ്. കൂടാതെ ഫയർ എക്സ്പ്ലോഷൻ, അതായത് തീ പിടിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. കാരണം ഇതിനകത്ത് കൂടുതൽ ഈ പറഞ്ഞ ചാർജിനെ സ്വരൂപിക്കാൻ പറ്റും. എക്സ്റ്റേണൽ ആയിട്ട് കൂടുതൽ എനർജി വന്നാൽ പോലും ഇത് താങ്ങി നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ നാൾ ചാർജ് നിൽക്കും. അപ്പം ഒരു ഡ്യൂറാസെൽ ബാറ്ററി, അതായത് ഇതിന്റെ AA ആണെങ്കിലും AAA ആണെങ്കിലും നിങ്ങൾ ഏത് മേടിക്കുന്നോ അത് ഒരെണ്ണത്തിന് 22 രൂപയുള്ളൂ. അതായത് 2 സിങ്ക് ബാറ്ററിക്ക് തുല്യമാണ് ഒരു ഡ്യൂറാസെല്ലിന്റെ ബാറ്ററി. അപ്പോൾ ഒരു ഡ്യൂറാസെല്ലിന്റെ ബാറ്ററി മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ലാഭമാണ്. സിങ്ക് ബാറ്ററി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പക്ഷേ ഡ്യൂറാസെല്ലിന് എന്ന് പറയുമ്പോൾ 22 രൂപയുള്ളൂ. അതായത് 2 സിങ്ക് ബാറ്ററി മേടിക്കാൻ ചിലപ്പോൾ 36 രൂപ വേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് ലാഭമാണ്. കൂടാതെ തന്നെ ഈ ബാറ്ററീസ് ലീക്ക് പ്രൂഫാണ്. സാധാരണഗതിയിൽ ഒരു ബാറ്ററി കുറേ നാൾ കഴിയുമ്പോൾ ലീക്കൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ലീക്ക് പ്രൂഫാണ്. സോ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള കടയിലൊക്കെ കിട്ടുന്നതായിരിക്കും. കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് 22 രൂപയുള്ളൂ. AA ആണെങ്കിലും AAA ആണെങ്കിലും സെയിം റേറ്റ് ആണ്. കൂടുതൽ ഒരു സെറ്റ് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. സോ കൂടുതൽ ഇത് ഇങ്ങനത്തെ ടൈപ്പ് ബാറ്ററി മേടിക്കാൻ കുറച്ചുകൂടെ സേഫ് ആണ്, കൂടുതൽ തന്നെ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്തായാലും നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് ആയിരിക്കും നമ്മുടെ iQന്റെ ഭാഗത്താണ്. അതെ, iQന്റെ TWSഉം iQന്റെ സ്മാർട്ട് വാച്ചും ലോഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് റെൻഡർ വന്നിരിക്കുകയാണ്. അതായത് സ്മാർട്ട് വാച്ച് കണ്ടിട്ട് മീൻസ് ഫുൾ ഒരു യെല്ലോ മയമാണ്. കാരണം ഇവർ പൊതുവെ യെല്ലോ ആണല്ലോ ഇവരുടെ സിമ്പിൾ, മീൻസ് ലോഗോയൊക്കെ യെല്ലോ ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു ഫുള്ള് ഒരു യെല്ലോ ലുക്കിൽ മൊത്തത്തിൽ ഇയർപോഡ്സ് ആണല്ലോ അതിൻ്റെ തീം മൊത്തം യെല്ലോ ആണ്. എനിവേ നോക്കാം TWS ഒക്കെ എങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും എക്സ്ക്ലൂസീവ് റെൻഡർ വന്നിട്ടുണ്ട്. എല്ലാ രാജ്യത്തും ലോഞ്ച് ചെയ്യായിരിക്കും. മീൻസ് iQ ഇറങ്ങിയിട്ടുള്ള എല്ലാ രാജ്യത്തും ലോഞ്ച് ചെയ്യായിരിക്കും. എന്തായാലും ഇന്ത്യയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്മാർട്ട് വാച്ചാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാരണം വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതായത് വെയർ OS വെച്ചാണോ അതോ സാധാ OS വെച്ചാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. അതെ, OnePlusന്റെ 12 സീരീസ് ജനുവരി 23-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. OnePlusന് 12 ഉണ്ട്, 12R ഉണ്ട്. സോ 12R ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 12 ആരും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. ഓക്കെ, iQനയിൽ നല്ല പ്രൈസിങ് വെക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. പക്ഷേ 12R ആണ്. കഴിഞ്ഞ വർഷം 11R ആയിരുന്നു OnePlusന് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ.
സംഭവം ശരിയാണ്, ഗ്രീൻ കുറി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം ആ ഒരു ഗ്രീൻ കുറിയുടെ പ്രശ്നം മാറിയെന്ന് ഉള്ളൊരു വിശ്വാസത്തിൽ പറയുകയാണ്. 12R പ്രതീക്ഷിക്കാൻ പറ്റിയൊരു ഫോൺ. സോ 40,000 45,000 റേഞ്ചിൽ ഫോൺ എടുക്കാൻ നിൽക്കുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 12R എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. 8 Gen 2 ആണെന്നാണ് റൂമർ പറഞ്ഞത്. അതൊരു രീതി നല്ലതാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എടുത്ത് കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കി കുറച്ചുകൂടെ സ്പെസിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് ഇറക്കുന്ന സാധനമാണ് ഈ R സീരീസ് എന്ന് പറയുന്നത്. സോ 11R അടിപൊളി ഫോണായിരുന്നു. ക്യാമറ ആണെങ്കിലും ഫുള്ള് ബാലൻസ് ചെയ്തൊരു ഫോണായിരുന്നു. ഈ പറ ഗ്രീൻ ലൈൻ ഓക്കെ ആയി, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ബാക്കി എല്ലാ രീതിയിലും നല്ലതായിരുന്നു. സോ 12R നല്ലൊരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. നോക്കാം. അടുത്തായിട്ടുള്ളത് വളരെ കോമഡി ആയിട്ടുള്ള ന്യൂസാണ്. എനിക്കത് പറയണമെന്ന് നത്തിങ് ഫോൺ 2A റെൻഡർ വന്നിരിക്കുകയാണ്. റെൻഡർ പ്രശ്നമില്ല, ചിപ്സെറ്റിൻ്റെ ഡീറ്റെയിൽസും വന്നിരിക്കുകയാണ്. ഡിമെൻസിറ്റി 7200. സത്യം പറഞ്ഞാൽ ചെറിയൊരു സങ്കടം തോന്നിയത് ഒരു ക്വാൾക്കത്തിൽ നിന്ന് മാറത്തില്ലെന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു ഞാൻ. പക്ഷേ സാഡ്ലി അത് മാറിയിരിക്കുകയാണ്. 7200 ഡിമെൻസിറ്റി ചിപ്സെറ്റ് നല്ലതാണ്, ഓക്കെ, ക്യാമറയൊക്കെ നല്ലതാണ്, നോ പ്രോബ്ലം. ബട്ട് സ്നാപ്ഡ്രാഗൺ വെച്ചിരുന്നെങ്കിൽ, ചെറിയൊരു ഭാഗം എപ്പോഴും പറയും സ്നാപ്ഡ്രാഗൺ വെച്ചിരുന്നെങ്കിൽ. എനിവേ 7200 നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാനും പറഞ്ഞിട്ടുള്ളത് പോലെ അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റാണ്. പ്രൈസോടെ വെക്കണം. ഇവർ 35,000 കൊണ്ട് ഈ സാധനം വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് പൊട്ടും. ഒരു 28-27 റേഞ്ച് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. 28-27 ആണ് ബെസ്റ്റ്. പക്ഷേ 30 മേളിലോട്ട് വേണേൽ ഫോൺ 1 ഈസ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നോക്കാം. എന്തായാലും 2A എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. എന്തായാലും ചിപ്സെറ്റ് സെലക്ഷൻ വല്ലോ 7 Gen 3 ഒക്കെ വെച്ചിരുന്നത് നൈസായിരുന്നു. എന്തായാലും 7200 ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നോക്കാം. അടുത്തായിട്ടുള്ളതും സാംസങ് കണ്ടന്റ് ഒരു ന്യൂസാണ്. അത് ഞാനത് ആദ്യമേ പറയേണ്ടതായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. സാധാരണഗതിയിൽ സാംസങ്ങിന് S23 FE അല്ലെങ്കിൽ FE സീരീസ് ലോഞ്ച് ചെയ്യുന്നത് എക്സിനോസിലും കുറേ നാൾക്ക് ശേഷം സ്നാപ്ഡ്രാഗൺ ഇറക്കുന്നതാണ് പതിവ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വർഷം ഇപ്പോൾ 2022 ഇറക്കിയ S23 FEയുടെ സ്നാപ്ഡ്രാഗൺ എഡിഷൻ ഉറപ്പായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അത് സാധാരണഗതിയിൽ വരേണ്ടത് അടുത്ത വർഷം ഒരു ഒരു മെയ് ഓഗസ്റ്റ് ആ റേഞ്ചൊക്കെയാണ്. പക്ഷേ സാഡ്ലി എന്നല്ല, എന്തിന് അവന്മാർ S23 FE സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഉള്ള ഫോൺ ഈ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ജനുവരി ഫെബ്രുവരിയിലും മിക്കവാറും ലോഞ്ചിങ് ഉണ്ട്. കാരണം അതിൻ്റെ ടീസർ വന്നിരിക്കുകയാണ്. എന്താണ് ക്യാഹേ അതാണ് പ്രഭു, എന്താണ് ഇത് നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു എക്സിനോസ് വാളിയിട്ടുണ്ട്. കാരണം അവരൊരു ആ ഫോൺ പരാജയമായിട്ട് ഒരു റിപ്പോർട്ട്സ് വന്നതുകൊണ്ടായിരിക്കണം അത് കളം മാറ്റി ചവിട്ടാൻ നോക്കുന്നത്. ആദ്യമേ തന്നെ സ്നാപ്ഡ്രാഗൺ ഇറക്കിയാൽ പോരെ, ഇത്രയും എന്തിനാണ് ഈ വിഷമിക്കുന്നത്? അവരുടെ ഇഷ്ടം, അവരുടെ കാശ്, അവരുടെ തീരുമാനം, റെസ്പെക്ട് ഇറ്റ്. എനിവേ എക്സിനോസ് പൊളിഞ്ഞതുകൊണ്ടായിരിക്കണം സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഇതിപ്പോൾ മറ്റേ ശശി മാറ്റി സോമനാക്കുന്ന പോലെ ഇരിക്കും, ഒന്നും പറയാനില്ല. അടുത്തായിട്ടുള്ള ന്യൂസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയാൻ പറ്റും. അതായത് 13C വീഡിയോയ്ക്കകത്ത് പറയേണ്ടതായിരുന്നു. റെഡ്മിയുടെ Note 13 സീരീസ് ജനുവരി 4 ഇന്ത്യയിൽ ലോഞ്ചിരിക്കുകയാണ്. അപ്പം ലോഞ്ചിന് ഇരിക്കുകയാണ്. അപ്പം റെഡ്മി Note 13 Pro Plus ഫ്ലിപ്കാർട്ടിലും റെഡ്മി Note 13 ആമസോണിലുമാണ്. അതിൻ്റെ പ്രീമിയം ഫ്ലിപ്കാർട്ടിലും മറ്റേത് ആമസോണിലും അതിൻ്റെ ഗുഡൻസ് പിടികിട്ടുന്നില്ല. നോക്കാം, കൊള്ളാം. അപ്പോൾ എന്തായാലും പ്രതീക്ഷയുണ്ട്. ഹൈപ്പർവോയ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈപ്പർവോയ്സ് കൊണ്ടിരുന്നതാണ് നല്ലത്. എനിവേ നോക്കാം. ഹൈപ്പർവോയ്സ് ചെറിയ പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ പ്രതീക്ഷ പാളിന്നിരിക്കാം. ഷവമി ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. എനിവേ ഫോൺ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കും. 13 Pro Plusനകത്ത് എനിക്കൊന്ന് 7S Gen 2 അങ്ങനെ എന്തോ ചിപ്സെറ്റാണ്. സോ ഓൾറെഡി നമ്മൾ 7S Gen 2നെ പറ്റി വീഡിയോ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ സ്പെസിഫിക്കേഷൻ ഇന്ത്യക്ക് വേണ്ടി മാറുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. എന്തായാലും യെസ്, ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ എക്സൈറ്റഡ് ആണ്. പണ്ടൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവർ തോന്നിയ പോലെ 10-25,000 രൂപയ്ക്കൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എക്സൈറ്റഡ് ആകുന്നത് എനിക്കറിയില്ല. 20,000 രൂപ വരെയുള്ള റെഡ്മി നോട്ട് സീരീസും റിയൽമി നമ്പർ സീരീസ് ഒക്കെ എന്താ പറയുക ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇപ്പം സംഭവം കുറേ പേര് ഐഫോൺ, സാംസങ് S20 അൾട്ര അങ്ങനെയുള്ള ഫോണുകൾക്കാണ് സാധാരണ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചാനൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളതും ഫോണിൻ്റെ കാര്യത്തിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളതും ഈ നമ്പർ സീരീസും നോട്ട് സീരീസും. കാരണം സ്പെസിഫിക്കേഷൻ, വാല്യൂ ഫോർ മണി, ആ ഒരു വർഷത്തേക്കുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ. എനിക്ക് ഏറ്റവും കൂടുതലും റിക്വസ്റ്റ് വരുന്ന ബഡ്ജറ്റാണ്. അപ്പം ആ ബഡ്ജറ്റിനനുസരിച്ച് നല്ല ഫോൺ ഇറക്കുന്നത് ഇവരായിരുന്നു. പക്ഷേ ഇപ്പം ആ കാലഘട്ടം പോയി. ഇപ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷ മോട്ടോയിലാണ്. എന്തായാലും നോക്കാം. അവർ ഇത്ര നാളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കയറി വരുമോ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ന്യൂസ്. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും